ഹലോ വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് സുഡിയോ ഹസിൽ എന്ന പെർഫ്യൂമാണ്. സുഡിയോയിൽ സാധാരണ നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ ക്യാഷ് കൗണ്ടറിൻ്റെ അടുത്ത് കാണുന്നത് അതിൽ നിന്ന് കിട്ടിയ ഒരു പെർഫ്യൂം തന്നെയാണ്. കുറേ ആണ് എൻ്റെ കയ്യിൽ. അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് നോക്കും. പക്ഷേ ഞാനിതിൽ കണ്ടിട്ടുള്ള ഒരു കാര്യം, പലപ്പോഴും ഇതിൽ കണ്ടിന്യൂസ് ആയിട്ടൊരു പെർഫ്യൂം കാണാറില്ല. ഒരു ഡിസ്കോ എന്ന് പറഞ്ഞിട്ട് വരണം, റോക്ക് എന്ന് പറഞ്ഞിട്ട് വരണം, അങ്ങനെയൊക്കെ പല പേരിൽ കാണാറുണ്ട്. ചിലപ്പോൾ അതുണ്ടാവും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കും കാണാൻ. ഞാനിത് മോസ്റ്റ്ലി എടുത്തിട്ടുള്ളതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ മുന്നിലുള്ള ആരെങ്കിലൊക്കെ ഇതിങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു 4-5 ആൾ ബാക്കിലേക്ക് നമ്മൾ നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഒരു ഫ്രാഗ്രൻസ് വരും. അപ്പോൾ ഞാൻ വേഗം പോയിട്ട് തരും, ഇത് ഏതാണ് അപ്ലൈ ചെയ്തത് ചോദിക്കുക. അപ്പോൾ ജസ്റ്റ് ഏതെങ്കിലും എടുത്ത് കാണിക്കും, അതാണ്. അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് പരിചിതമായ ഫ്രാഗ്രൻസുകൾ തന്നെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്ത് പോകുന്നതാണ്. കുറേ എണ്ണമുണ്ട്. ഞാൻ ഇത് മോസ്റ്റ്ലി വീഡിയോ ചെയ്യാത്തതിൻ്റെ കാര്യം, മുമ്പ് ഷോർട്സ് ഇട്ടപ്പോഴൊക്കെ പലരും ആളുകൾ വളരെ മോശമായ കമൻറ്റ്സ് താഴെ വന്ന് കമൻറ്റ് ചെയ്യും. ഞാനത് കമൻറ്റ് റിമൂവ് ചെയ്യാനിരിക്കണം. അപ്പോൾ പലർക്കും ഇത് വാങ്ങി ഒരു പെട്ട സിറ്റുവേഷൻസാണ് കൂടുതൽ ഉണ്ടാവാറുള്ളത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇതിനാകെ 79 രൂപ പ്രൈസ് വരുന്നുള്ളൂ. 10 ml 79 rupees. അതിന് പിന്നെ നമ്മൾ വലിയ ലോഞ്ചിവിറ്റി മറ്റുള്ളതൊന്നും പ്രതീക്ഷിക്കില്ല. അങ്ങനെ വേണമെന്നുള്ളവർ ഏതെങ്കിലും അത്രകൾ വാങ്ങിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇത് പെർഫ്യൂമായിട്ട് ചെറിയ പ്രൈസിന് കിട്ടുമ്പോൾ പിന്നെ അതൊക്കെ ക്ഷമിക്കുക, അത്ര അങ്ങനെ വാങ്ങി യൂസ് ചെയ്യുക. ഇത് ജസ്റ്റ് പോക്കറ്റിൽ കൊണ്ടുനടന്നിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇത് 2023 ആണ് ഇത് മെയ്ഡ്. ഞാനിത് കുറച്ച് മുമ്പ് വാങ്ങിയതാണ്. ഷെൽഫിൽ അവിടെ ഇവിടെയൊക്കെ വെച്ച് മറന്നു പോകും, അല്ലെങ്കിൽ എവിടെയെങ്കിലും വെക്കും. ചിലപ്പോൾ ബാഗിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉണ്ടാവും, പിന്നീട് എന്തെങ്കിലും ആവും അത് കാണുക. അങ്ങനെ ഒരു സാധനം വാങ്ങിയതാണ്. കാരണം വലിയൊരു ഇമ്പോർട്ടൻസ് നമ്മളൊന്നും ഇതിന് കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനെ ഈ ഹസിൽ അങ്ങനെ വാങ്ങിയൊരു പെർഫ്യൂമാണ്. എൻ്റെ മുന്നിൽ നിന്ന് ആരോ അപ്ലൈ ചെയ്തപ്പോൾ ഇങ്ങനെ ഫ്രാഗ്രൻസ് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് പോയിട്ട് എടുത്താണ്. അപ്പോൾ ഞാനിത് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാം ഇൻസ്പയർഡ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ഏതെങ്കിലും ഫ്രഞ്ച് ഇൻസ്പയർഡ് ആയിട്ട് ഞാൻ മോസ്റ്റ്ലി എനിക്ക് കിട്ടിയിടത്തോളം ഇപ്പോൾ ഈ വുമൺ ഇതിപ്പോൾ ഇതിപ്പോൾ ഓക്കെ, ഇത് നമ്മുടെ ലവിയബൽ പെർഫ്യൂമായിട്ട് കുറച്ച് സിമിലർ ആയിട്ടാണ്. ലവിയബൽ കംപ്ലീറ്റ്ലി ലവിയബൽ അല്ല, എവിടെയോ ചെറുതായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഗുഡ് ഗേളിൻ്റെ ഒരു ടച്ച് വരുന്നുണ്ട്. അത് അങ്ങനെയാണ്. ഇത് YSL Y പെർഫ്യൂമായിട്ടാണ് സിമിലർ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഡേവിഡ് ഓഫ് കൂൾ വാട്ടറിൻ്റെ ഇൻസ്പയർഡ് ഉണ്ട്, DNG ലൈറ്റ് ബ്ലൂവിൻ്റെ ഇൻസ്പയർഡ് ഉണ്ട്, പിന്നെ ഇൻവിക്ടസിൻ്റെ ഇൻസ്പയർഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പെർഫ്യൂമുകളുടെ ഇൻസ്പയർഡ് നമുക്കതിൽ കാണാൻ പറ്റും. പക്ഷേ ഒന്നും ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടില്ല. ചില സമയത്ത് അത് കിട്ടുന്നുള്ളൂ, ചില സമയത്ത് അത് കാണാറില്ല. അങ്ങനെയാണ് അവരുടെ ഒരു കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പോൾ ഇത് YSL Y പെർഫ്യൂമായിട്ട് കുറച്ച് സിമിലർ ആയിട്ട് നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ്. അതിൻ്റെ ഡിറ്റോ ക്ലോൺ എന്നൊന്നും പറയാൻ പറ്റില്ല, അതേ ഒരു വൈബ് തരുന്ന ഒരു പെർഫ്യൂം. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്താൽ തന്നെ ഇതിൽ ഫ്രഷ്നെസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഒരു ചെറുതായിട്ട് ഒരു അരോമാറ്റിക് നോട്ട്സും കുറച്ചൊരു സേജിൻ്റെ ഫ്രാഗ്രൻസും ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു വൈറ്റ് ഫ്ലോറൽ പ്ലസ് അരോമാറ്റിക് ആണ് ഇതിൻ്റെ ഒരു ഓപ്പണിങ്ങിലുള്ളത്. പിന്നെ ഒരു ചെറിയൊരു സ്പൈസി ഹിൻസ് ഉണ്ട്, ചെറുതായിട്ടൊരു ചെറിയൊരു സ്വീറ്റ്നെസ് പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു പെർഫ്യൂം, അഥവാ നമ്മുടെ YSL Y EDP പെർഫ്യൂമായിട്ടാണ് എനിക്കത് കുറച്ചും കൂടി കൂടുതൽ സിമിലർ ആയിട്ട് തോന്നിയത്. EDT കുറച്ചും കൂടി ഗ്രീൻ ആപ്പിളിൻ്റെ ഒക്കെ വൈബ് കുറച്ച് അധികം ഉണ്ട്. ഇതിൽ അങ്ങനെ അത്ര വലിയൊരു ഗ്രീൻ ആപ്പിളൊന്നും വിസിബിൾ അല്ല. ഇത് ഒരു ഇത്തിരി കൂടി EDP ഒരു ടച്ചിലേക്ക്, നമ്മുടെ ചെറുതായിട്ടൊരു ഇൻവിക്ടസിൻ്റെ ഒരു ടച്ചിലേക്ക് പോകുന്ന ആ ഒരു കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. പക്ഷെ അതിൽ തന്നെ നമുക്ക് ആ ഒരു സ്പൈസിനെസ്സും ഉണ്ട്, സേജിൻ്റെ നോട്ട്സൊക്കെ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു പെർഫ്യൂം, അതാണ് ഹസിൽ. ഇനി പെർഫോമൻസ് പറയുകയാണെങ്കിൽ, ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള കമൻറ്റ്സ് താഴെ വരും. പെർഫോമൻസ് കാര്യമായിട്ടൊന്നുമില്ല. 30 minutes വരെയൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രൊജക്ഷൻ ആയിട്ടുള്ളത്. ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കൊരു 1.5 hours വരെ മാക്സിമം ഒരു ലോഞ്ചിവിറ്റി ഉണ്ട്. വളരെയധികം കൂടുതൽ അപ്ലൈ ചെയ്ത് പോയാൽ ഒരു 2 to 2.5 hours വരെ കിട്ടും. പക്ഷെ അതിനപ്പുറത്തോട്ടൊന്നുമില്ല. പക്ഷെ ചെറിയ പ്രൈസിന് അത് ഓക്കെയാണ്. ഒരു 1.5 to 2 hours വരെയൊക്കെ ലോഞ്ചിവിറ്റി മതി എന്നാണ് എൻ്റെ ഒരു പക്ഷം. 79 rupees വേറെ എന്താണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? സോ ഒരു ഇനഫെൻസീവ് ആയിട്ടുള്ള ഒരു പ്രീമിയം പെർഫ്യൂമിൻ്റെ ഒരു ഇൻസ്പയർഡ് വേർഷൻ വളരെ ചെറിയ പ്രൈസിന് വളരെ ചെറിയ പെർഫോമൻസിൽ വേണം എന്നുള്ളവർ കൺസിഡർ ചെയ്യാൻ പറ്റിയതാണ് ഈ സുഡിയോ ഹസിൽ എന്നുള്ളത്. എന്താണ് ഇത്തരം പെർഫ്യൂമുകളുടെ ഒരു പർപ്പസ് എന്ന് ചോദിച്ചാൽ, നമ്മൾ ട്രാവലിങ്ങിലോ മറ്റുള്ള എന്തെങ്കിലും ഒരു കാഷ്വലായിട്ട് പോക്കറ്റിൽ കൊണ്ടെടുക്കുക, ഇടയ്ക്കൊന്നെടുത്ത് ചാർജ് ചെയ്യുക, അങ്ങനെ യൂസ് ചെയ്ത് പോകാൻ പറ്റിയതാണ്. സോ അത് ഞാൻ പലപ്പോഴും അത് വാങ്ങുമ്പോഴൊക്കെ ചിലപ്പോൾ വണ്ടിയിൽ എവിടെയെങ്കിലും ഇട്ട് വെക്കും, ചിലപ്പോൾ ബാഗിന് ഉള്ളിലായിരിക്കും, എവിടെയെങ്കിലുമൊക്കെ ഇട്ട് വെച്ച് പിന്നെ എടുക്കാനും മറക്കും. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ തിരയുമ്പോൾ കിട്ടുമ്പോൾ അപ്ലൈ ചെയ്യാൻ, അങ്ങനെയൊക്കെ ഒരു ജസ്റ്റ് ഒരു പെർഫ്യൂം അങ്ങനെ നോക്കുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റിയതാണ്. അതല്ലാതെ നമ്മൾ വലിയ എക്സ്പെക്റ്റേഷൻസിൽ പോയിട്ട് വാങ്ങിക്കരുത്. അങ്ങനെ വാങ്ങിച്ചാലേ നിങ്ങൾ നിരാശരാവുകയുള്ളൂ. അപ്പോൾ ചെറിയ പ്രൈസിന് ട്രൈ ചെയ്ത് നോക്കിയോളൂ. സോ എനിവേസ്, ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.